ഷഹാല ഒളിച്ചോടുന്നതിന് ഒരാഴ്ച മുമ്പ് നടന്ന സംഭവം എന്താണ്, ഒരു വാഷിംഗ് മെഷീന്റെ കാര്യം ജെയ്സനോട് ഷഹാല ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ജെയ്സന്റെ ഭാഗത്തു നിന്നുണ്ടായ സംഭാഷണം എന്താണെന്നറിയാമോ? ഈ അമ്മ കൊടുത്തിട്ട് വേണ്ട, അല്ലെങ്കിൽ ചേച്ചി കൊടുത്തിട്ട് വേണ്ട അവർക്ക് വാഷിംഗ് മെഷീൻ മേടിക്കാൻ. ഷഹാലയ്ക്ക് ഒരു വാഷിംഗ് മെഷീൻ മേടിക്കാൻ പണമില്ലേ? അല്ലെങ്കിൽ പണം ഷഹാലയുടെ ഭർത്താവ് ജോലി എടുക്കാൻ പോയത് എന്തിനാണ്? ജെയ്സന്റെ സഹോദരിക്ക് കുടുംബം നടത്താനും കാര്യങ്ങൾ ഓടിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അതുപോലുള്ള ഒരു അവകാശം ആർക്കും കൂടി ഉണ്ട്, ഈ ഷഹീലയ്ക്കുണ്ട്. ഈ ഷഹാല എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്കും ഉണ്ട് അതുപോലെ തന്നെ അവകാശമുണ്ട്. അത് ആരും മറക്കരുത്, ഭർത്താവ് മറക്കരുത്. ഭർത്താവിന്റെ ആൾക്കാർ പറഞ്ഞിട്ട് കുഴപ്പമില്ല, പക്ഷെ ഭർത്താവ് മറക്കാൻ പാടില്ല. ഭാര്യമാർക്ക് വിഷമം, ഒന്നാമത് തന്നെ ഭർത്താവ് കൂടെ ഇല്ല, വിഷമിച്ചാണ്, മാനസികമായിട്ടൊരു വിഷമമുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഭർത്താവിന്റെ അമ്മയും ചേച്ചിയൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവനെ ഈ കൂട്ടുകാരിയുടെ ഒരു എന്താണ് ഒരു വോയിസ് മെസ്സേജ് നമുക്ക് കേൾക്കുവാനിടയായി. കോഴിക്കോട്ട് ബാലശ്ശേരിയിൽ നടന്ന ഒളിച്ചോട്ടമില്ലേ ഷഹല എന്ന് പറയുന്ന കഥാപാത്രം നമുക്കറിയാം. ഈ ഗൾഫുകാരന്റെ ഭാര്യയായിരുന്നു. ആ പ്രവാസിയുടെ പേര് ജെയ്സൺ എന്നാണ്. അപ്പൊ ഈ ജെയ്സന്റെ ഭാര്യ ഇന്നലെയൊക്കെ നമ്മൾ കേട്ടത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടത് മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടി. നമ്മളെല്ലാവരും ഒരുപാട് കുറ്റങ്ങളൊക്കെയാണ് പറഞ്ഞത്. അത് നിലവിൽ നമ്മൾ ഇപ്പോഴും അത് തന്നെ, ആ നിലപാടിൽ തന്നെ നമ്മളെല്ലാവരും ഉറച്ചു നിൽക്കുകയാണ്. അതിനൊന്നും യാതൊരു വ്യത്യാസമില്ല. പിന്നെ കുറച്ചൊരു വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് അയൽപക്കക്കാരുടെ കയ്യിൽ നിന്നൊക്കെ കുറച്ച് വിവരങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ജെയ്സൺ പുറത്ത് ജോലിക്ക് പോയ സമയത്ത് ഈ ഷഹാല എന്ന് പറയുന്ന ഈ ഒളിച്ചോടി പോയ ഈ ഭാര്യ ജെയ്സന്റെ അമ്മയുടെ സഹോദരിയും കൂടെയായിരുന്നു. അവരങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെയ്സൺ ദൂരെയാണല്ലോ. അപ്പോൾ ഭർത്താവ് എന്താണ്, നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഫോണൊക്കെ ഉണ്ട്, വീഡിയോ കോൾ വിളിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധങ്ങൾ മാത്രമല്ലേ ഭർത്താവിനോടുള്ളൂ. അപ്പോൾ ഈ എന്തൊരു കാര്യം വരുമ്പോഴും ഈ സ്ത്രീകൾക്ക് വിഷമം വരുന്ന, അതായത് ഭാര്യയ്ക്ക് വിഷമം വരുന്ന കുറെ കാര്യങ്ങൾ ചില ഫാമിലികൾക്കൊക്കെ നടക്കാറുണ്ട്. നമ്മൾ ഈ ഒളിച്ചോടി പോയെന്ന് പറയുമ്പോൾ അവരെ കുറ്റപ്പെടുത്താറുണ്ട്. അതൊന്നും ശരിയായ നടപടിയല്ല. പക്ഷെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ അമ്മയും സഹോദരിയും ഒക്കെ സംസാരിക്കുന്നു. എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ ഈ ഷഹാല പറയുമ്പോൾ, ഷഹാലയുടെ കാര്യം തന്നെ എടുക്കാം, ഈ ഷഹാലയ്ക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് ഈ ജെയ്സന്റെ പെങ്ങള്, അതായത് ജെയ്സന്റെ ചേച്ചിയോട് പറയണം. അപ്പോൾ ഈ പോകുന്നതിന്, ഷഹാല ഒളിച്ചോടുന്നതിന് ഒരാഴ്ച മുമ്പ് നടന്ന സംഭവം എന്താണ്, ഒരു വാഷിംഗ് മെഷീന്റെ കാര്യം ജെയ്സനോട് ഷഹാല ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ജെയ്സന്റെ ഭാഗത്തു നിന്നുണ്ടായ സംഭാഷണം എന്താണെന്നറിയാമോ? ചേച്ചിയോട് ചോദിക്കട്ടെ, നിനക്ക് ഞാൻ വാങ്ങിത്തരാം. ഞാൻ ചോദിക്കട്ടെ, പേഴ്സണലി എനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ചേച്ചിയോട് ചോദിക്കുന്നത്? ഷഹാലയോട് നേരിട്ട് പറയത്തില്ലേ, എടി നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയട്ടെ, അല്ലെങ്കിൽ നിനക്ക് ഞാൻ വാങ്ങിത്തരാം, നിനക്കത് അത്യാവശ്യമാണ്, നിനക്ക് ഒരുപാട് ജോലിയുണ്ട്, ഞാൻ വാങ്ങിത്തരാം, അങ്ങനെയല്ലേ പറയേണ്ടത്? ചേച്ചിയോട് ചോദിക്കട്ടെ, ചേച്ചി എന്നൊരു വാക്ക് എന്തിന് ഈ ജെയ്സൺ പറഞ്ഞു? അപ്പം ഞാൻ ഇപ്പോഴും പറയുന്നു, സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല, അങ്ങനെ ഒരു വാക്ക് ജെയ്സൺ പറഞ്ഞത് കൊണ്ട് ഒരു സ്ത്രീ ഒളിച്ചോടത്തുമില്ല, അത് മറ്റൊരു കാര്യം. പക്ഷെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തിനാണ് വലുതാക്കുന്നത്? ഒരു വാഷിംഗ് മെഷീൻ മേടിക്കണമെന്ന് പറയുമ്പോൾ ഭർത്താവായ ജെയ്സൺ എന്താണ് പറയേണ്ടത്? വാങ്ങിത്തരാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയട്ടെ, അങ്ങനെയല്ലേ പറയേണ്ടത്? അപ്പൊ ഈ ചേച്ചിയോട് ചോദിക്കട്ടെ എന്ന് പറയുന്ന സംഭാഷണം ആവശ്യമില്ല. ചേച്ചിയോട് ചോദിച്ചിട്ട് വേണ്ട ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ, ഭാര്യയ്ക്ക് നേരിട്ട് വാങ്ങിച്ചു കൊടുത്താൽ മതി, വിചാരിച്ചോളൂ. അതുപോലെ തന്നെ ഈ ഷഹാലയ്ക്ക് അക്കൗണ്ടിൽ പണമില്ല, എന്തെങ്കിലും ആവശ്യം വന്നാൽ ചേച്ചിയോട് ചോദിച്ച് വാങ്ങണം. അവർ കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാൾമെന്റും എല്ലാം അടയ്ക്കുന്നത് ചേച്ചിയാണെന്ന് പറഞ്ഞു. വീട്ടിലെ കാര്യങ്ങളെല്ലാം ചേച്ചിയാണ് ഓടിക്കുന്നത്, അതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? ജെയ്സന്റെ സഹോദരിക്ക് കുടുംബം നടത്താനും കാര്യങ്ങൾ ഓടിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അതുപോലുള്ള ഒരു അവകാശം ആർക്കും കൂടി ഉണ്ട്, ഈ ഷഹീലയ്ക്കുണ്ട്. ഈ ഷഹാല എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്കും ഉണ്ട് അതുപോലെ തന്നെ അവകാശമുണ്ട്. അത് ആരും മറക്കരുത്, ഭർത്താവ് മറക്കരുത്. ഭർത്താവിന്റെ ആൾക്കാർ പറഞ്ഞിട്ട് കുഴപ്പമില്ല, പക്ഷെ ഭർത്താവ് മറക്കാൻ പാടില്ല. ഭാര്യ ദൂരെ ഇരിക്കുന്ന ഭാര്യ ചേർത്ത് നിർത്തണം എന്ന് വെച്ചാൽ ഒരു വാക്കുകൊണ്ട് പറഞ്ഞോ, അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് നിർത്തില്ലോ എന്നോർത്ത് ആരെങ്കിലും ഒളിച്ചോടുവാണോ? അല്ല. അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു പ്രശ്നം കേൾക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കാര്യം പിടികിട്ടും. അതുപോലെ ഈ ഷഹാല ഒളിച്ചോടി കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും, ഞാൻ സഹിതമുള്ള ആൾക്കാർ കുറ്റപ്പെടുത്തി. എല്ലാ ആൾക്കാരും പറഞ്ഞു നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ, അങ്ങനെ ചെയ്യാമോ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അപ്പൊ കുറച്ച് പേര് പൊങ്കാലയായിട്ട് വന്നു. അതായത് നീയൊക്കെയാണോ തീരുമാനിക്കുന്നത്, നീയൊക്കെ എന്നാ ജഡ്ജിയാണോ പോലീസാണോ, അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ വല്ലതും കമന്റിലൂടെയൊക്കെ, എന്റെ വീഡിയോയ്ക്ക് അല്ല മറ്റുള്ള വീഡിയോയ്ക്കൊക്കെ കമന്റൊക്കെ വായിക്കാനിടയായി. അപ്പൊ ഈ പോലീസും വക്കീലൊന്നും അല്ലെങ്കിലും നമുക്ക് കാര്യങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുള്ളവരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിസ്മരിക്കാൻ പാടില്ല. പോലീസോ ആകണമെന്നോ വക്കീലാകണമെന്നോ അവന് വലിയ വലിയ ആൾക്കാരാകണമെന്നൊന്നും ഇല്ല. നമുക്ക് സാമാന്യ ഒരു വിവേകം വെച്ചിട്ട് ഒരു കോമൺ സെൻസ് ഉണ്ടായാൽ മതി ഒരു കാര്യങ്ങൾ തിരിച്ചറിയാൻ. അപ്പൊ വേണ്ടത് ഈ ഷഹാലയോട് ഭർത്താവായ ജെയ്സൺ കാണിക്കേണ്ട എന്താണ്? നല്ല സ്നേഹം കാണിക്കണം അല്ലേ? അങ്ങനെ ആ പരസ്പരം ഒരു സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി പോകുമ്പോൾ അവിടെ പ്രശ്നങ്ങളില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അപ്പൊ തന്നെ പരിഹരിച്ചു പോകണം.
ഈ അമ്മ കൊടുത്തിട്ട് വേണ്ട, അല്ലെങ്കിൽ ചേച്ചി കൊടുത്തിട്ട് വേണ്ട അവൾക്ക് വാഷിംഗ് മെഷീൻ മേടിക്കാൻ. ഷഹാലയ്ക്ക് ഒരു വാഷിംഗ് മെഷീൻ മേടിക്കാൻ പണമില്ലേ? അല്ലെങ്കിൽ പണം ഷഹാലയുടെ ഭർത്താവ് ജോലി എടുക്കാൻ പോയത് എന്തിനാണ്? ഷഹാലയ്ക്ക് പല കാര്യങ്ങളും നടത്താനുണ്ട്. അത് ഷഹാലയ്ക്ക് വാങ്ങാൻ തന്നെയാണ് പോയത്. അത് അത്തരത്തിൽ തന്നെ അങ്ങ് എന്താ പ്രകടിപ്പിച്ചാൽ മതി. അതിന് മറ്റാരെ ഭയക്കേണ്ട കാര്യമില്ല. ഒരമ്മയും ഒരു സഹോദരിയും പറയത്തുമില്ല ഭാര്യയ്ക്ക് വാങ്ങി കൊടുക്കണ്ട അല്ലെങ്കിൽ ഭാര്യയെ സ്നേഹിക്കണ്ട എന്നാരും പറയത്തില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താണ് അവിടെ തന്റെ ഭാര്യയെ ചേർത്ത് പിടിക്കാനുള്ള ഒരു കച്ചാർക്കുണ്ടാകണം, ഈ ഭർത്താവിനുണ്ടാകണം. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. അത് ഇത് പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം ഓർക്കുകയാണ്. എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അവള് കല്യാണം കഴിച്ച് പോയ വീട്ടില്, അതായത് കുറച്ച് ചേച്ചിമാര്, അതായത് ഭർത്താവിന്റെ സഹോദരിമാര് കുറച്ച് കുറ്റപ്പെടുത്തലുകളും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു. അങ്ങനെ കുറച്ച് ആഭരണങ്ങളെ കുറിച്ചൊക്കെ ഒരു എന്താണ് ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇഷ്ടക്കേടുകളൊക്കെ കാണിച്ചു. ആരാണ്? ഈ നാത്തൂമാര്. അപ്പൊ ഈ നാത്തൂമാര് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള എല്ലാം കൂടെ ഇട്ടുകൊണ്ട് നടക്കുന്നതെന്നൊക്കെയുള്ള കാര്യത്തിൽ കൂടി സംസാരിച്ചു. അപ്പൊ ഈ ഭർത്താവ് ഈ ഭാര്യയോടൊപ്പം അല്ലേ നിൽക്കേണ്ടത്? ഭാര്യ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന എന്താ കുഴപ്പം? ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്ന എന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഭാര്യയ്ക്കുള്ള ആഭരണങ്ങളാണല്ലോ ഇടുന്നത്. അപ്പൊ പിന്നെ എഴുതി നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ സഹോദരിയും അമ്മയൊന്നും പറയുന്നതിനകത്തൊന്നും വലിയ എന്താണ് അത്ര സപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അവൾക്ക് ഇടാനുള്ള അവകാശം ഉണ്ട് അവിടെ. അങ്ങനെയല്ലേ അവൾ ഇട്ടുകൊണ്ട് നടക്കുന്ന കാണാനല്ലേ വീട്ടുകാരിട്ട് കൊടുത്തത്. അപ്പൊ അത് ഇട്ടുകൊണ്ട് നടക്കുന്ന കാണാൻ ഭർത്താവും സന്തോഷിക്കല്ലേ വേണ്ടുന്നത് അതിനകത്ത്. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു, ഒരു വാക്കുതർക്കമായി, ഒരു ഇഷ്ടക്കേടായി, ഒരു എന്താണ് ഒരു നീരസമൊക്കെ ആയി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീരസമായി. അപ്പൊ ഈ ചേച്ചിയുടെ അമ്മയുടെ ഭാഗത്ത് ആര് നിൽക്കുന്നു? ഈ ഭർത്താവ് നിൽക്കുന്നു. അതൊരിക്കലും പാടില്ല. അപ്പൊ ഈ ചേച്ചിയുടെ അപ്പൊ നീ ഇതിട്ടോണ്ട് നടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭർത്താവ് ദേഷ്യപ്പെട്ട് എന്റെ അമ്മയുടെ സഹോദരിമാരുടെ എതിർത്ത് സംസാരിച്ചു എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പൊ പെട്ടെന്ന് എന്താണ് ഉണ്ടായത്? ചെന്നിട്ട് ഈ ആഭരണങ്ങള്, അതായത് കൊലുസും ഒക്കെ വലിച്ചു പൊട്ടിച്ചു. വലിച്ചു പൊട്ടിച്ചു കഴിഞ്ഞപ്പം അപ്പൊ ഈ ഭയങ്കര സങ്കടമായില്ല. കൊലുസൊക്കെ ഇട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് അത് വലിച്ചു പൊട്ടിച്ച് കഴിയുമ്പോൾ ഭയങ്കര വിഷമാവും. അതിനേക്കാളും ഉപരി എന്താണ് വിഷമം? ഭർത്താവ് ഇങ്ങനെ ചെയ്തല്ലോ, ആ ഒരു വിഷമമായിരിക്കും കൂടുതൽ. അപ്പൊ എന്തായാലും വീട്ടിൽ ചെന്ന് സ്വന്തം വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ കൂടി ചെന്നിട്ട് പറഞ്ഞു, എന്നും കൊലുസിട്ടുകൊണ്ടാണ് അവിടെ നടക്കുന്നത്, അതുകൊണ്ട് ഇനിയും കൊലുസിട്ടാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്താണ് ആഭരണങ്ങളൊക്കെ വലിച്ചു പൊട്ടിച്ച് കളഞ്ഞ ആഭരണങ്ങൾ, ദേഷ്യപ്പെട്ട് വലിച്ചു പൊട്ടിച്ച് കളഞ്ഞ ആഭരണങ്ങളൊക്കെ ഇവൻ തന്നെ, അതായത് ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ തന്നെ നന്നാക്കി കൊടുക്കുകയൊക്കെ ചെയ്തു. അത് ആ പ്രശ്നം അവിടെ കൊണ്ടൊക്കെ സോൾവ് ആയി. സന്തോഷമായിട്ട് ജീവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ വലുതാക്കുന്ന ആരാണ്? ഈ ജെയ്സനെ പോലെയുള്ള ഭർത്താക്കന്മാരാണ്. ദൂരെ നിന്നുകൊണ്ട് നിങ്ങൾ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടാണ് പുറത്തേക്ക് പോയത്. അവിടെ കഷ്ടപ്പാടുകളൊക്കെയാണ്, വളരെ കഷ്ടപ്പാടുകളാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഭാര്യ ഇവിടെ നിൽക്കുന്നതും. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഒളിച്ചോട്ടം, മറ്റൊരാളുടെ കൂടെ ഒളിച്ചോട്ടേണ്ട കാര്യമില്ല ഈ സ്ത്രീക്ക്. അതൊന്നും ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ആ നിലപാടിലൊന്നും ഒരു വ്യത്യാസമില്ല. പക്ഷേ ഭർത്താക്കന്മാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഭാര്യമാർക്ക് വിഷമം, ഒന്നാമത് തന്നെ ഭർത്താവ് കൂടെ ഇല്ല, വിഷമിച്ചാണ്, മാനസികമായിട്ടൊരു വിഷമമുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഭർത്താവിന്റെ അമ്മയും ചേച്ചിയൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരെ ഈ കൂട്ടുകാരിയുടെ ഒരു എന്താണ് ഒരു വോയിസ് മെസ്സേജ് നമുക്ക് കേൾക്കുവാനിടയായി. ഈ ഷഹാലയുടെ കൂട്ടുകാരി പറയുന്നു അവൾക്ക് ആ വീട്ടിൽ ഒരു അത്ര ഒക്കെ ആയിരുന്നില്ല എന്നാണ് ഈ കൂട്ടുകാരി പറഞ്ഞത്. അതായത് ഫോണൊന്നും എന്താണ് ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചു എന്നാണ് പറയുന്നത്. അക്കൗണ്ടിൽ പൈസ ഇല്ല, ഫോണൊന്ന് റീചാർജ് ചെയ്ത് തരാമോ അങ്ങനെയൊക്കെ ചോദിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ട്, അപ്പം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഗൂഗിൾ പേ ഒന്നും ഇല്ലാത്തവരില്ല അല്ലേ? ഗൂഗിൾ പേ ഇല്ലാത്ത ആൾക്കാർ ആരാണ് ഇല്ലാത്തത്? അപ്പോൾ ചെറിയ ചെറിയ പൈസയ്ക്ക് പോലും അമ്മയുടെ അല്ലെങ്കിൽ ചേച്ചിയുടെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ഒക്കെ കാല് പിടിക്കേണ്ടി വരുന്ന അവസ്ഥ, അതൊക്കെ ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്കൊക്കെ അതൊക്കെ ഒരു വിഷമം തട്ടുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഒരു എന്താണ് ഒരു അഭിമാനക്കുറവൊക്കെ തോന്നിക്കുന്ന നിമിഷങ്ങളാണ്. അപ്പോഴൊക്കെ ആരാണ്? ഭർത്താവാണ് ചേർന്ന് നിൽക്കേണ്ടത്. ഈ ഭാര്യയുടെ അവന് മറ്റൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഒരു ഭാര്യ ഭർത്താവ് കൂടെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടില് എന്താണ് മകൻ, അമ്മയും മകനും കൂടെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടില് മകൻ വിവാഹം കഴിച്ചു, ഭാര്യ വന്നു. അത് കഴിഞ്ഞ് അവർക്ക് കുറച്ച് വർഷം കഴിയുമ്പോൾ കുട്ടി ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് മരുന്ന് കൊടുക്കുന്ന പ്രശ്നം വന്ന വലിയ വഴക്കുണ്ടായ ഒരു വീടിനെ കുറിച്ച് അറിയാം. അതായത് മറ്റൊന്നുമല്ല, ഭർത്താവ് പോകാൻ തുടങ്ങിയപ്പോൾ, അതായത് ഈ മകൻ പോകാൻ ഇറങ്ങിയപ്പോൾ ആ മകൻ അമ്മയെ വിളിച്ച് പറയുകയാണ്, എടി മോന് അല്ല അമ്മയെ മോന് മരുന്ന് കൊടുക്കണം, അത്രേ പറഞ്ഞോളൂ, അമ്മയെ മോന് മരുന്ന് കൊടുക്കണം കേട്ടോ എന്ന് അമ്മയോട് പറഞ്ഞു. അപ്പൊ കേട്ട് നിന്ന ഭാര്യയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്താ എൻ്റെ മോന് മരുന്ന് കൊടുക്കത്തില്ല, അത്രേ പ്രശ്നമുള്ളൂ. അവർ ഭയങ്കര വഴക്ക്, വഴക്ക്, വാക്കുതർക്കം, പരിചയറ്, അടി പിടി, കരച്ചില്, പിണങ്ങിപ്പോക്ക്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും അവിടെയൊക്കെ ശ്രദ്ധിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ വലുതാക്കാതിരിക്കാൻ ഈ ഭർത്താവിന് സാധിക്കും എന്നുള്ളതാണ്. കൂടെ ചേർത്ത് നിർത്തുക. ചെറിയ കാര്യങ്ങൾ, അവർക്ക് ചെറിയ ചെറിയ പരിഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്താണ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒറ്റവാക്കി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്, പരസ്പരം മനസ്സിലാക്കുക. അവരുടെ മനസ്സിൽ എന്താണ് പറയാനുള്ളത് അത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. അതൊക്കെ ചെയ്തു കൊടുക്കാൻ. അതായത് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ അതിന് നീട്ടി വെക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കത്തില്ലേ? ചെറിയൊരു ഫോൺ മേടിച്ചു കൊടുക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? അല്ലെങ്കിൽ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇടാൻ എന്തെങ്കിലും ഒരു പാടുണ്ടോ? ഇല്ല. അത് അവർക്കൊക്കെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതുപോലെ വാഷിംഗ് മെഷീൻ വേണം. ഇന്നത്തെ കാലത്ത് ഒരു വാഷിംഗ് മെഷീൻ എത്ര രൂപയാകും?
ഒരുപാട് ദൂരം പൈസ ഒന്നും ആകത്തില്ല. അല്ലെങ്കിൽ ആ പണം ഇല്ലെങ്കിൽ പോലും പറയാം, നമുക്ക് ഇത്ര കൊച്ചാളുകൊണ്ട് കഴിയട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ മേടിക്കാൻ അവളോട് നേരത്തെ പറയത്തില്ലേ, അല്ലെങ്കിൽ ചേച്ചിയോട് ഞാൻ ചോദിക്കട്ടെ എന്നിട്ട് നിനക്ക് ഞാൻ വാങ്ങിത്തരാമെന്ന് എന്ന് പറയുന്നു. അതൊക്കെ വലിയ ഇത് കേൾക്കുമ്പോൾ അവർക്ക് ഇതൊക്കെയാണോ വലിയ കാര്യം എന്ന് പറഞ്ഞു. അതെ, കാര്യമാണ്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലുതാകുന്നത്. അത് നമുക്ക് എല്ലാവർക്കും എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന കുടുംബത്തിൽ ജീവിക്കുന്ന ചെറിയ കാര്യങ്ങളല്ലേ വലുതാകുന്നത്. പിന്നീടല്ലേ ആദ്യം ആരും വഴക്കുണ്ടാക്കാറില്ല അല്ലേ. കുത്തുവർത്താനങ്ങളൊക്കെ തുടങ്ങിക്കഴിയുമ്പോഴാണ് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകും. ആദ്യമൊക്കെ ഭയങ്കര ഒക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് കഴിയുമ്പം തന്നെയാണ് അവരുടെ തനി സ്വഭാവം പുറത്തേക്ക് വരും. അപ്പോൾ ആരാണ് ചേർത്ത് നിർത്തേണ്ടത്? ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ തന്നെയാണ്. കുടുംബത്തിൽ ഭാര്യ ചേർത്ത് നിൽക്കേണ്ട ആൾ തന്നെയാണ്. എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ, ചെറിയ കാര്യങ്ങളൊക്കെ വലുതാക്കാതെ കുടുംബത്തിലുള്ളവർ തന്നെ അത് സോൾവ് ചെയ്ത്, അപ്പോൾ ഈ ഷഹാലയ്ക്കും എന്താണ് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ആ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഭർത്താവിനോട് പറയുക, ചെറിയ കാര്യങ്ങളൊക്കെ വലുതാക്കാതെ ഈ ഷഹാലയ്ക്ക് ഒളിച്ച അതുപോലെയുള്ള വലിയ കാര്യങ്ങളിലേക്ക് കടക്കാതെ എന്തെല്ലാം പരിഹാര മാർഗങ്ങളുണ്ട്. ഈ ചെറിയ ഒരു കാര്യം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി അത് വലുതാക്കാതെ നേരിട്ട് ഭർത്താവിനോട് പറഞ്ഞ് അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ സമൂഹത്തിലുള്ള ഓരോ പെൺകുട്ടികളും ചെയ്യുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകളും നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.